सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവതം സപ്തമസ്കന്ധം 10-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദരിദ്രയായ വിശ്വാമിത്രൻ്റെ പത്നി, അദ്ദേഹം തപസ് ചെയ്യാൻ ഭർത്താവ് പോയപ്പോൾ വിശന്നു വലഞ്ഞ കുട്ടികളുമായിട്ട് അവരുടെ വിശപ്പും ദാഹവും കൊണ്ട് കരയുന്നത് കണ്ട് കഷ്ടപ്പെട്ട ആരാ തന്നെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള സമയം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ വിചാരിച്ചത്, ഇതിൽ ഒരു മകനെ കിട്ടണ ധനത്തിന് ആർക്കെങ്കിലും വിൽക്കാം, എന്നിട്ട് ആ ധനം കൊണ്ട് മറ്റു കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ഇതാണ് എൻ്റെ വിധി, ഇത് ദൈവം വിധിച്ചതാണ്, ഇതൊക്കെ എൻ്റെ വിധിയാണ്. ഈ കഷ്ടകാലത്തെ എല്ലാ കുട്ടികളെയും പട്ടിണിക്കിട്ട് കൊല്ലുന്നതിലും നല്ലത് ഒരു കുട്ടിയെ വിറ്റ് എന്തെങ്കിലും ധനം സമ്പാദിക്കുക. മേടിക്കുന്ന ആൾക്കാർ ആ കുട്ടിക്ക് ആഹാരം കൊടുത്ത് വളർത്തിക്കോളും. കിട്ടുന്ന ധനം കൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുത്താൽ അവരും രക്ഷപ്പെടും. അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവർ ചിന്തിച്ചുകൊണ്ട് ദർഭപ്പുല്ലുകൊണ്ട് കയറുണ്ടാക്കിയിട്ട് ഒരു മകൻ്റെ കഴുത്തിൽ കെട്ടി, എന്നിട്ട് അവനെയും കൊണ്ട് ഇതാ പുറപ്പെട്ടു. മറ്റുള്ള സന്താനങ്ങളെ പോറ്റാനായിക്കൊണ്ട് തൻ്റെ ഔരസപുത്രന്മാരിൽ മധ്യമൻ്റെ കഴുത്തിൽ കയറ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ വിശ്വാമിത്രൻ്റെ പത്നി വീട്ടിൽ നിന്ന് ഇറങ്ങി. അത്യന്തം ദുഃഖിതയായിട്ടുള്ള താപസിയെ സത്യവ്രതൻ ഇതാ കാണാനിടയായി. സത്യവ്രതൻ അവളോട് ചോദിച്ചു, നീ കുട്ടിയും കൊണ്ട് എന്ത് ചെയ്യാനാ പോണത്? എന്താ നിൻ്റെ ദുഃഖം? എന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ കഴുത്തിൽ കയറും കെട്ടിക്കൊണ്ട് എങ്ങോട്ടാപ്പം നീ കൊണ്ടുപോകണത്? എന്തിനാ കൊണ്ടുപോകണത് എന്നൊക്കെ സത്യവ്രതൻ ചോദിച്ചു. അപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ വിശ്വാമിത്രൻ്റെ പത്നിയാണ്, ഇതെൻ്റെ മകനാണ്, കഷ്ടകാലമായതുകൊണ്ട് ഈ മകനെ വിൽക്കാനാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ദരിദ്രമാണ്, ഉണ്ണാനായിട്ടൊന്നുമില്ല. ഭർത്താവാണെങ്കിൽ എന്നെ വിട്ട് എവിടെയോ തപസ്സിന് പോയി ഇരിക്കുകയാണ്. ഞാനും പട്ടിണി കിടക്കണു, എല്ലാ കുട്ടികളും പട്ടിണി കിടക്കണു. എങ്ങനെയാ അപ്പോൾ കുടുംബം നടത്തുക എന്ന് എനിക്കറിയണില്ല. അപ്പോൾ ഇവനെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടെങ്കിലും മറ്റുള്ള കുട്ടികൾക്ക് ആഹാരം മേടിച്ചു കൊടുത്ത് അവരെയും പട്ടിണിയിൽ നിന്നും രക്ഷിക്കുക. ഇവനാരാ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരിവനെ എന്തെങ്കിലും ഭക്ഷണം കൊടുത്ത് ഇവനെ പോറ്റിക്കോളും. അങ്ങനെ മക്കളും എല്ലാവരും രക്ഷപ്പെടും. അതിനെ വിൽക്കാനായി കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞു. ഇവളുടെ വാക്ക് കേട്ട സത്യവ്രതൻ, പുത്രനെ നീ തന്നെ സംരക്ഷിച്ചുകൊള്ളൂ, വിൽക്കണ്ട. നിൻ്റെ ഭർത്താവ് വനത്തിൽ നിന്ന് തിരികെ വരുന്നത് വരെ നിൻ്റെ കുടുംബത്തെ ഞാൻ രക്ഷിച്ചോളാം. നിൻ്റെ ആശ്രമത്തിനടുത്തുള്ള മരത്തിൽ ആഹാരത്തിനുള്ള എന്തെങ്കിലും ഞാൻ കെട്ടിവെച്ചിട്ട് പോയിക്കോളാം. ദിവസേന ഞാൻ അത് ചെയ്തു തരാം, അത് മുടങ്ങില്ല, എന്നെ വിശ്വസിക്കാം. ഞാൻ ഭർത്താവില്ലാത്ത ഗൃഹത്തിൽ കയറാൻ പാടില്ലല്ലോ പരപുരുഷൻ. അതുകൊണ്ട് പറഞ്ഞു, ഞാനിത് അടുത്ത് ആശ്രമത്തിൻ്റെ അടുത്തുള്ള വൃക്ഷത്തിൻ്റെ കമ്പിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം, എല്ലാവർക്കും കഴിക്കാനുള്ള ആഹാരം ഓരോ ദിവസവും ഞാൻ അവിടെ കൊണ്ടുവന്ന് അതിൽ കെട്ടിത്തൂക്കിക്കൊള്ളാം, എടുത്തു കൊണ്ടുപോയി കഴിച്ചോളൂ. എൻ്റെ ഭർത്താവ് തിരിച്ചു വരുന്നതുവരെ ഞാനിത് ചെയ്യാം, എന്നെ വിശ്വസിക്കാം എന്നൊക്കെ വാക്കുകൊടുത്തു സത്യവ്രതൻ. എന്തായാലും ഇങ്ങനെ സത്യവ്രതൻ പറഞ്ഞത് കേട്ടപ്പോൾ വിശ്വാമിത്രൻ്റെ പത്നി ആ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് കെട്ടൊക്കെ അഴിച്ച് അവനെയും കൂട്ടി ആശ്രമത്തിലേക്ക് പോയി. ഈ കഴുത്തിൽ ദർഭ കൊണ്ട് വിൽക്കാൻ കൊണ്ടുപോകുന്നതായിട്ടുള്ള പശുക്കളെ കഴുത്തിലെ കയറ് കെട്ടിയ പ്രകാരമാണോ കൊണ്ടുപോയത്, അതുമാതിരിയാണല്ലോ ദർഭപ്പുല്ല് കൊണ്ട് ഒരു കയറ് കെട്ടിയിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോയത് വിശ്വാമിത്രൻ്റെ പത്നി
അതുകൊണ്ട് ആ കുട്ടിക്ക് ഗാലവൻ എന്ന പേര് കിട്ടിയെന്നാണ് പറയണത്. പിന്നീട് അവൻ മഹാതപസ്വിയായി തീർന്നു. വിശ്വാമിത്രൻ്റെ പത്നി ആശ്രമത്തിൽ കുട്ടികളോടുകൂടി സന്തോഷിച്ച് വളർന്നു വന്നു. ഈ സത്യവ്രതൻ ഭക്തിയോടും വളരെ കരുണയോടും കൂടി വിശ്വാമിത്രൻ്റെ പത്നിയെ സംരക്ഷിച്ചു കൊണ്ടുവന്നു. വനത്തിലുള്ള മാൻ, പന്നി, പോത്ത് ഇവയെല്ലാം കൊന്ന് മാംസമെടുത്ത് വിശ്വാമിത്രൻ്റെ ആശ്രമ അടുത്തുള്ള മരത്തിൽ അതൊക്കെ പൊതിഞ്ഞു കെട്ടി തൂക്കിക്കൊടുക്കും. വിശ്വാമിത്രൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഋഷിയായതിൽ പിന്നെയാണ് ബ്രാഹ്മണനായത്. ഗാധിയുടെ പുത്രനാണ് വിശ്വാമിത്രൻ, ജന്മനാൽ ക്ഷത്രിയനാണ്. അപ്പോൾ ക്ഷത്രിയന്മാർക്ക് മാംസഭോജനമൊക്കെ ആവാം, അതൊക്കെ അവർ ചെയ്യാറ് പതിവുണ്ട്. അങ്ങനെ ഋഷിയുടെ പത്നി ആ മാംസം എടുത്തു കൊണ്ടുവന്ന് പുത്രന്മാർക്ക് കൊടുക്കും. അങ്ങനെ നല്ല ഭക്ഷണം പതിവായി കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് അവർ വളരെ സന്തോഷവും തൃപ്തരുമായിരുന്നു. ഇതിനിടയ്ക്ക് അരുണൻ എന്ന് പറഞ്ഞ ഈ സത്യവ്രതൻ്റെ അച്ഛൻ രാജാവ് പുത്രന് വേണ്ടിക്കൊണ്ട് തപസ് ചെയ്യാൻ പോയതുകൊണ്ട് അയോധ്യാനഗരവും രാജ്യവും അന്തഃപുരവും കുലഗുരുവായിട്ടുള്ള വസിഷ്ഠരാണ് സംരക്ഷിച്ചു കൊണ്ടുവന്നത്. ധർമാത്മാവായിട്ടുള്ള സത്യവ്രതൻ നഗരത്തിന് പുറത്താണ് ഉണ്ടായിരുന്നത്. പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് പശു ഹിംസാദികളൊക്കെ ചെയ്തുകൊണ്ട് വനത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. അങ്ങനെ ആ സത്യവ്രതന് യാദൃച്ഛികമായ ഏതോ കാരണം കൊണ്ട് വസിഷ്ഠനോട് നിത്യേന കോപം വർദ്ധിച്ചിങ്ങനെ വന്നു. ധർമ്മിഷ്ഠനും പ്രിയപ്പെട്ടവനുമായ പുത്രനെ പിതാവ് കാട്ടിലേക്ക് ആട്ടിപ്പായിച്ച സമയത്ത് കുലഗുരുവായിട്ടുള്ള അദ്ദേഹം അതിനെ നിരോധിച്ചില്ല, തന്നെ രക്ഷിച്ചില്ല എന്നുള്ളതാണ് ഈ സത്യവ്രതന് വസിഷ്ഠനോടുണ്ടാവാനുള്ള ആ ക്രോധത്തിൻ്റെ കാരണം. വിപ്രന്മാരുടെ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം പാണിഗ്രഹണ മന്ത്രങ്ങൾ അർത്ഥവത്താകുന്നത് സപ്തപതിയോടുകൂടിയാണ് എന്ന് ധർമാത്മാവായിട്ടുള്ള വസിഷ്ഠനെ അറിയുകയും ചെയ്യാം. കാട്ടിൽ മൃഗങ്ങൾ ഇല്ലാതിരുന്ന അവസരത്തിൽ ഒരു ദിവസം വസിഷ്ഠൻ്റെ കറവപ്പശു വനമധ്യത്തിൽ നിൽക്കുന്നത് ഈ സത്യവ്രതൻ കണ്ടു. വിശപ്പാളിക്കത്തി അദ്ദേഹം ക്രോധമോഹങ്ങൾക്ക് അധീനനായിക്കൊണ്ട് ഒരു ശത്രുവിനെ പോലെ ആ പശുവിനെ കൊന്നു. അതിൻ്റെ മാംസം പതിവ് പോലെ കൊണ്ടുചെന്ന വൃക്ഷത്തിൽ തൂക്കിക്കെട്ടി. ബാക്കി കുറച്ച് മാംസം സ്വയം ഭക്ഷിച്ചു. അങ്ങനെ വിശപ്പടക്കി. മക്കളെയെല്ലാം ആ ഋഷിപത്നി ആ ഭക്ഷണം കൊടുത്ത് തീറ്റി. അത് മാനിൻ്റെ മാംസമാണ് എന്ന് അവൾ കരുതി. ഗോമാംസമാണ് എന്ന് ആ വിശ്വാമിത്രൻ്റെ പത്നിക്ക് മനസ്സിലായില്ല. കാരണം ഗോമാംസം വർജ്യമാണ്. മറ്റുള്ള മാംസങ്ങളൊക്കെ കാട്ടിലെ പന്നി, മുയൽ, മാന്, കാട്ടുപോത്ത മുതലായിട്ടുള്ള മാംസങ്ങളൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഗോമാംസം ഒന്നും കഴിക്കില്ല. അതേമാതിരി കുരങ്ങനെ വധിച്ച ആ മാംസമൊന്നും കഴിക്കില്ല. അങ്ങനെ ചില മാംസങ്ങളൊക്കെ വർജ്യമാണ്. പക്ഷെ ഇവൾക്കിപ്പോൾ ഇതൊന്നും അറിയില്ല. മാംസം കെട്ടി കുട്ടികൾക്ക് കൊടുത്തു, അവളും കഴിച്ചു, വിശപ്പ് തീർന്നു. എന്തായാലും തൻ്റെ കറവപ്പശുവിനെ കൊന്നതായി അറിഞ്ഞ വസിഷ്ഠൻ അവനോട് കോപിച്ച് തട്ടിക്കയറി, ദുരാത്മാവാണ് നീയ്, പിശാചിനെ പോലെയുള്ള നീ പശുവിനെ കൊന്ന എന്ത് പാപാ ചെയ്തിരിക്കണത്? ഗോഹത്യ, പുറമെ ധാര, അപഹരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോവുക, പിതാവിൻ്റെ കോപം എന്നിവ നിമിത്തം നിൻ്റെ തലയിൽ 3 ശംഖുക്കൾ, ദുഷിച്ച വ്രണങ്ങൾ ഉടൻ തന്നെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. പിശാചരൂപത്തിലെ ലോകരെയെല്ലാം സ്വയം കാണിച്ചുകൊണ്ട് നീയാൽ ത്രിശങ്കു എന്ന പേരിൽ ഭൂമിയിലെങ്ങും പ്രസിദ്ധനായിത്തീരും എന്ന് പറഞ്ഞ വസിഷ്ഠൻ ആ സത്യവ്രതനെ ശപിച്ചു എന്നാണ് പറയണത്. ഇങ്ങനെ വസിഷ്ഠനാൽ ശപിക്കപ്പെട്ട സത്യവ്രത മഹാരാജാവ് ആ കാട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് തീവ്രമായിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി. ഏതോ ഒരു പുത്രനിൽ നിന്ന് ഉത്തമമായ മന്ത്രോപദേശം സ്വീകരിച്ച് പരമമംഗള സ്വരൂപിണിയായിട്ടുള്ള ദേവിയെ ധ്യാനിച്ചുകൊണ്ട് കഠിനമായിട്ടുള്ള തപസ് ഈ സത്യവ്രതൻ ചെയ്തു.
എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാസൻ 10-ാമത്തെ അധ്യായം ഇവിടെ ഉപസംഹരിപ്പിക്കുന്നത്. നാളെ മുതൽ ഏകാദശി അധ്യായം നമുക്ക് അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്ന് സമയം കഴിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീഹരയേ നമഃ.